ഒരിക്കൽ ഒരു ചെറിയ ഗ്രാമത്തിൽ 2 സുഹൃത്തുക്കളുണ്ടായിരുന്നു. ഒരാൾ എപ്പോഴും പറയുമായിരുന്നു, എല്ലാം ഭാഗ്യമാണ്, ദൈവം നിശ്ചയിച്ചതുപോലെ മാത്രമേ നടക്കൂ, നമ്മൾ അധ്വാനിച്ചിട്ടും കാര്യമില്ല. രണ്ടാമത്തെ സുഹൃത്ത് പറഞ്ഞു, അല്ല, നമ്മുടെ കഠിനാധ്വാനമാണ് നമ്മുടെ ഭാഗ്യം നിർണയിക്കുന്നത്. ഇതറിയാൻ അവർ ഒരു പരീക്ഷണം നടത്തി. അവർ ഒരു പറമ്പ് വാങ്ങി. അത് തുല്യമായി പകുത്തു. ഭാഗ്യത്തിൽ വിശ്വസിച്ചിരുന്ന ഒന്നാമൻ ആ പറമ്പിലൊന്നും ചെയ്തില്ല. അവൻ ആകാശത്തേക്ക് നോക്കി പ്രാർത്ഥിച്ചു, ദൈവമേ, എനിക്ക് നല്ല വിളവ് നൽകണേ, എന്റെ ഭാഗ്യം തെളിയണേ. എന്നാൽ രണ്ടാമത്തെ സുഹൃത്ത് രാപ്പകൽ അധ്വാനിച്ചു. അവൻ മണ്ണ് കിളച്ചു, വിത്തുകൾ പാകി, കൃത്യസമയത്ത് വെള്ളമൊഴിച്ചു, കളകൾ നീക്കം ചെയ്തു. മാസങ്ങൾ കടന്നുപോയി. മഴ പെയ്തപ്പോൾ രണ്ടാമത്തെ സുഹൃത്തിന്റെ പറമ്പിൽ സ്വർണ്ണനിറത്തിലുള്ള നല്ല ധാന്യങ്ങൾ വിളഞ്ഞുനിന്നു. അതുകണ്ട് എല്ലാവരും അവനെ അഭിനന്ദിച്ചു. എന്നാൽ ഒന്നാമന്റെ പറമ്പ് വെറും കാടും പടർപ്പും നിറഞ്ഞുകിടന്നു. അവൻ സങ്കടത്തോടെ പറഞ്ഞു, എന്റെ ഭാഗ്യം എത്ര മോശമാണ്, ദൈവം എനിക്കൊന്നും നൽകിയില്ല. അപ്പോൾ രണ്ടാമത്തെ സുഹൃത്ത് അവനെ അരികിൽ വിളിച്ച് ശാന്തമായി പറഞ്ഞു, സുഹൃത്തേ, ദൈവം മഴ നൽകി, വെളിച്ചം നൽകി, അത് നമുക്ക് രണ്ടുപേർക്കും ഒരുപോലെയാണ് ലഭിച്ചത്. പക്ഷേ ദൈവം നൽകിയ ആ അവസരങ്ങളെ ഞാൻ എന്റെ കഠിനാധ്വാനം കൊണ്ട് സ്വീകരിച്ചു. നീ നിന്റെ മടികൊണ്ട് അതിനെ തള്ളിക്കളഞ്ഞു. അധ്വാനിക്കുന്നവന്റെ കൂടെ മാത്രമേ ഭാഗ്യം ഉണ്ടാവുകയുള്ളൂ. അവസരങ്ങൾ എല്ലാവരെയും തേടിവരും. എന്നാൽ ആ അവസരങ്ങൾക്കായി തയ്യാറെടുക്കുന്നവനെയാണ് ലോകം ഭാഗ്യവാൻ എന്ന് വിളിക്കുന്നത്. നമ്മുടെ കൈകളിലെ വിയർപ്പുതുള്ളികളാണ് നമ്മുടെ ഭാവി എഴുതുന്ന മഷി.